സാധാരണ ഞാൻ ട്രാവൽ ചെയ്യുമ്പം മാക്സിമം ആ ട്രാവൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനോടൊപ്പം അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഉണ്ട്, അത് ട്രൈ ചെയ്യാനും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ ഞാൻ പൊതുവെ യാത്രകളൊന്നും അധികം ഷോപ്പിംഗ് ചെയ്യുന്ന കൂട്ടത്തിലല്ല, അധികം നല്ല അങ്ങനെ മേടിക്കാറ് പോലും ഇല്ല. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത രീതിയിൽ ഒന്ന് ഷോപ്പിംഗ് നടത്തി എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ കാശ്മീർ ട്രിപ്പിലാണ് നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചത്. അപ്പോൾ അതെനിക്ക് വർത്തിയായിട്ട് തോന്നിയതുകൊണ്ട് മാത്രം മേടിച്ചതാണ്. അപ്പോൾ ഇനിയും കാശ്മീർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്താണ് മേടിച്ചതെന്നും അവിടുത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ പ്ലാൻ ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെ ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നിങ്ങൾ വിൻ്റർ സമയത്താണ് കാശ്മീർ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം വിൻ്റർ ക്ലോത്തുകൾ അവിടുന്ന് മേടിക്കാവുന്നതാണ്. മെയിനായിട്ട് അവിടെ ഷോപ്പിങ്ങിന് പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത് ശ്രീനഗറിൽ ലാൽ ചൗക്കാണ്. ലാൽ ചൗക്കിന് ചുറ്റും ധാരാളം ഷോപ്പുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാ റേറ്റുകളിലും എല്ലാ ബ്രാൻഡുകളുടെ ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗ് നടത്താവുന്നതാണ്. പിന്നെ അല്ലാതെ നമുക്ക് കാശ്മീർ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വർത്തിയായിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെട്ടിപ്പൊട്ടിക്കലിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം നമുക്ക് കളയേണ്ട. നമ്മുടെ പെട്ടി ഇതാണ്. അപ്പോൾ ഈ പെട്ടിയിൽ അത് ഫുള്ള് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ചാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവിടുന്ന് തന്നെ അവർ ടാഗ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് അങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് അവർ ലഗേജിലോട്ട് ഇത് കയറ്റിയത്. അപ്പോൾ നമ്മളിവിടെ വന്ന് പൊട്ടിക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താ നമ്മൾ മേടിച്ചതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അധികം ഒന്നുമില്ല, വളരെ വർത്തിയായി തോന്നിയ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അധികം അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെ കുറച്ച് വർത്തിയായിട്ട് അവിടെ കിട്ടി, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ആയതുകൊണ്ട് മാത്രം മേടിച്ചു. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത്ര കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. നമ്മൾ തുണി ഐറ്റംസ് ഒന്നും അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സുകളൊന്നും അവിടുന്ന് മേടിച്ചിട്ടില്ല. ഇത് വിൻ്റർ സമയത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ റെൻറ്റിന് എടുക്കണമെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇത് മോൾ അവിടെ കിടന്ന് നമ്മൾ ടൂലിപ്സ് ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ധാരാളം സുവനീർ ഷോപ്പുകളും ടോയ് ഷോപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സുവനീർ മേടിച്ചു നമ്മൾ, ഇങ്ങനെ ഒരു കാശ്മീരിൻ്റെ ഈ ഒരു ഇത്. പിന്നെ അതുപോലെ ഒരു കാശ്മീരിൽ കിട്ടുന്ന ഒരു ഷിക്കാര ബോട്ടാണ് പിന്നെ നമ്മൾ മേടിച്ചത്. അപ്പോൾ കൊച്ചും വഴക്കുണ്ടാക്കിയതുകൊണ്ട് അവൾക്ക് ആ ഒരു ചെറിയ ടോയ് മേടിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാശ്മീരിൽ നിന്നുള്ള മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഷിക്കാര ബോട്ട് പല ടൂറിസ്റ്റ് സ്പോട്ടുകളും കാശ്മീരിൽ നമ്മൾ പഹൽഗാമിൽ പോയാലും ഗുൽമർഗിൽ പോലെ എല്ലായിടത്തും ഇത് കിട്ടും, പല സൈസിലുള്ളതും കിട്ടും കേട്ടോ. പക്ഷേ പലയിടത്തും പല റേറ്റ് ആയിരുന്നു. ഞങ്ങൾ ടൂലിപ്സ് ഗാർഡനിൻ്റെ അവിടെ നോക്കുമ്പോഴാണ് ഏറ്റവും വില കുറഞ്ഞ് ഞങ്ങൾക്കത് കിട്ടിയത് കേട്ടോ. ക്വാളിറ്റിയൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടുന്ന് മേടിച്ചത്, ടൂലിപ്സ് ഗാർഡൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അതൊക്കെ മേടിച്ചത്. പിന്നെ നമ്മൾ ഈ ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ ആപ്പിളിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ്. ആപ്പിളിൻ്റെ അച്ചാറുണ്ട്, ജാമുണ്ട്, അതുപോലെ ഫിഗിൻ്റെ അച്ചാർ, ജാം എന്ന് വേണ്ട നമുക്ക് കാശ്മീരിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ നട്ട്സുകളുടെ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് അച്ചാറുകളും ജാമുകളൊക്കെയാണ് മേടിച്ചത്. നമുക്കിവിടെ കിട്ടാത്ത ഐറ്റംസ് ആണല്ലോ. ആപ്പിളിൻ്റെ ഒരു പിക്കിളും മേടിച്ചു. ഇതെല്ലാം 500 ഗ്രാമിൻ്റെ ബോട്ടിലുകളാണ്. നമുക്ക് ബൾക്കായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഡിസ്കൗണ്ട് തരും. എങ്കിലും വലിയ കത്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് റീസണബിൾ റേറ്റിൽ തന്നെ കിട്ടിയത്. പിന്നെ ഇത് അവിടെയുള്ള എല്ലാ ആപ്പിൾ തോട്ടങ്ങൾ ഈ ഐറ്റംസ് കിട്ടുമെങ്കിലും ഇതെല്ലാം ഒരു കമ്പനി, ഇങ്ങനെ ഒരു KHT അങ്ങനെ ഒരു ആ ഒരു ബ്രാൻഡിൽ തന്നെയാണ് എല്ലാവരും വിൽക്കുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ കാണിച്ചെടുത്തൊന്നും വേണമെന്നല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് മേടിച്ചാലും ഈ ഒരു കമ്പനിയുടെ ഐറ്റംസ് ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കുറച്ച് കിട്ടും. ആപ്പിൾ സീഡർ, വിനാഗർ ഉൾപ്പെടെ ഒത്തിരി ഐറ്റംസ് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പിക്കിളാണെങ്കിലും ജാം ആണെങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുകൾ മേടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 പിക്കിളാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ജാമാണ്. ഫിഗിൻ്റെ ഒരു ജാമും മേടിച്ചു, അതുപോലെ ആപ്പിളിൻ്റെ ഒരു ജാമും മേടിച്ചു കേട്ടോ. ഫിഗിൻ്റെ ജാമാണ് കുറച്ചുകൂടെ പിള്ളേർക്കെല്ലാം ഇഷ്ടമായത്. നല്ലൊരു ഫ്ലേവർ തന്നെയാണ്, പ്യൂർ ഫിഗ് തന്നെയാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഹൽഗാമിലേക്ക് പോകുന്ന വഴിക്കുള്ള ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് മേടിച്ചത്. ഈ 2 ജാമുകളാണ് മേടിച്ചത് കേട്ടോ. ആപ്പിൾ വാൽനട്ട് ജാമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് വാൽനട്ടിൻ്റെ ഒക്കെ ഒത്തിരി ഐറ്റംസ് അവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് പിക്കിളുകളും ഇത്തരം ഐറ്റംസാണ് നമ്മൾ പഹൽഗാമിലേക്ക് പോകുന്ന വഴിക്ക് മേടിച്ചത്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് നടത്തിയത് നമ്മൾ കട്രേന്ന് നമ്മൾ ജമ്മുവിലേക്ക് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ നമ്മൾ പഹൽഗാമിൽ പോകുന്ന വഴിക്കാണെങ്കിലും കാണാൻ സാധിക്കും. ശ്രീനഗറിൽ നിന്ന്
പഹൽഗാമിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം ഡ്രൈ ഫ്രൂട്ട്സുകളുടെയും ബാറ്റുകളുടെയൊക്കെ ഷോപ്പുകൾ ഇരുവശത്തും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകൾ ഇഷ്ടം പോലെ കാശ്മീരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നുണ്ട്. ഗുൽമർഗിലാണെങ്കിലും സോനമർഗിലെല്ലാം കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മേടിച്ച ഐറ്റംസാണ് കാവ. നമ്മൾ അവിടെ നിന്ന് നല്ല ചൂടുള്ള കാവ കുടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ കാശ്മീരി കാവയുടെ 2 ബോട്ടിൽ മേടിച്ചു നമുക്ക് ഇവിടെ വന്ന് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത്ര ആഡ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഇൻക്ലൂഡാണ്. പിന്നെ അതുപോലെ മധുരമുള്ള കാവയുടെ ഇങ്ങനത്തെ ബോട്ട്സും കിട്ടും, മധുരം ഇല്ലാത്തയും കിട്ടും. നമ്മൾ മധുരം ഇല്ലാത്തതാണ് മേടിച്ചത്. നമുക്ക് ആവശ്യമെങ്കിൽ ഹണിയോ ഷുഗറോ ആഡ് ചെയ്യാവുന്നതായിരിക്കും. കുറച്ചും കൂടെ ഹണി ആഡ് ചെയ്ത് കുടിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മേടിച്ചോളൂ. പിന്നെ 2 മേടിക്കാൻ കാരണം പിന്നെ ഇത് നമുക്ക് ഇവിടെ കിട്ടത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മേടിച്ചാണ്. പിന്നെ ഒരു അത്തറാണ് മേടിച്ചത്, ചെറുതൊരെണ്ണം. അതും അവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ട്, അത്തറിൻ്റെ, അതുപോലെ നമ്മൾ ആൽമണ്ടിൻ്റെ വാൾനട്ട് കൊണ്ടൊക്കെയുള്ള ക്രീമുകൾ, ബോഡി ലോഷൻ, അങ്ങനെയുള്ള എല്ലാ ഫേഷ്യൽ ഐറ്റംസും അവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മൾ പിന്നെ അതൊന്നും മേടിച്ചില്ല, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും മാത്രം മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അത്ര നല്ല ഒരെണ്ണമായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വളരെ ലാഭമാണ്, നല്ല ഫ്രഷ്നെസ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എല്ലാ സാധനങ്ങളും നമുക്കിതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ അവർ തരുന്നുണ്ട്. അത് ലിമിറ്റഡ് ഒന്നും അല്ല കേട്ടോ, അൺലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ ആ ഒരു പാത്രത്തിൽ കൊണ്ട് ഇങ്ങനെ വെക്കണത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കഴിച്ച് നോക്കിയിട്ട് മേടിച്ചാൽ മതി. പക്ഷേ എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് കുറച്ച് മേടിച്ച ഐറ്റംസ് തന്നെ ബ്ലാക്ക് ബെറി, റെഡ് ബെറി, അതുപോലെ ഗ്രാൻബെറിയും, അങ്ങനെ ബെറീസും കുറേ മേടിച്ചു. പിന്നെ വാൾനട്ട്, നല്ല ഫ്രഷ് വാൾനട്ടായിരുന്നു. നമ്മൾ സാധാരണ വാൾനട്ടൊന്നും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ഇവിടെ മേടിച്ചാലൊന്നും കേട്ടോ. പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്താലും പിന്നെ മാക്സിമം അത് ഒന്നുകിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ തീർക്കാറുള്ളത്. പക്ഷേ ഈ വാൾനട്ട് നമുക്ക് ഇങ്ങനെ മേടിച്ച് അതേപോലെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വാൾനട്ട് ഒരു 1/2 കിലോ മേടിച്ചു. പിന്നെ ആൽമണ്ട് ആണെങ്കിലും അതെ, നല്ല ഓയിലാണ്. അവർ ആ ചേട്ടൻ അവിടെ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പൊട്ടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആൽമണ്ട് ഓയിൽ അങ്ങനെ വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ 1 കിലോ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി വില കുറവായിരുന്നു, വളരെ വില കുറവാണ്. നമ്മളിപ്പോൾ 1/2 കിലോ 1 കിലോ ഒക്കെ നമ്മളിവിടെ വാൾനട്ടൊക്കെ കിട്ടുന്ന നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അവിടെ അതൊക്കെ വളരെ കുറവായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ബില്ലുകൾ ഇത്രയും സാധനങ്ങൾക്കായത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഒരു വാൾനട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം കൊടുക്കില്ല പിള്ളേർക്കൊന്നും. നട്ട്സ് ഒക്കെ 1, 2, 3 ഒക്കെ അങ്ങനെയല്ലേ കഴിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് കുറേ ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ഫ്രഷാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് അവരിവിടെ വെച്ചേക്കും. അപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ട് വരിക, 1/2 കിലോയുടെ 1 കിലോയുടെ നമുക്ക് ആവശ്യമുള്ള എടുക്കുക. അപ്പം ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ആ ക്വാളിറ്റി കാണുമോ പറ്റിക്കപ്പെടുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഒരിക്കലും പറ്റിക്കപ്പെട്ടിട്ടില്ല, നല്ല ഫ്രഷ് സാധനമാണ്. നമ്മൾ അവിടെ ടേസ്റ്റ് ചെയ്ത അതേ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് പാക്ക് ചെയ്ത് അവർ തന്നും വിട്ടത് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ വില കുറച്ച് കിട്ടിയതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പോവുകയാണെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ കേട്ടോ.